ഹലോ, ഇന്നൊരു കേക്ക് വ്ളോഗുമായിട്ടാണ് വന്നേക്കുന്നത്. ആദ്യമായിട്ട് ചെയ്യുന്ന ഒരു വൈറ്റ് ഫോറസ്റ്റ് കേക്കാണ്. അപ്പോൾ ഇത് നമുക്കൊരു വെഡ്ഡിങ് കേക്കിന് വേണ്ടി 6 ഇഞ്ച് പാനിൽ ചെയ്തെടുത്തേക്കുന്നതാണ്. 1 kg ആണ് വെയിറ്റ് വരുന്നത്. താഴെ നമ്മൾ ഡമ്മിയാണ് കേട്ടോ കൊടുക്കുന്നത്. അപ്പോൾ ഇതൊന്നും നമ്മൾ ക്രം കോട്ടൊക്കെ ചെയ്ത് വെച്ചിരുന്നതാണ്. അപ്പോൾ ഒന്ന് ഫൈനൽ കോട്ട് ചെയ്തൊന്നും കൂടി നമ്മൾ ഫ്രിഡ്ജിലേക്ക് വെക്കുന്നുണ്ട്. നെക്സ്റ്റ് കേക്ക് ഒരു മോം ടു ബി കേക്കായിരുന്നു. ഇതൊരു കസ്റ്റമൈസ്ഡ് കേക്കാണ്. കസ്റ്റമർ നമുക്ക് അയച്ചു തന്ന പിക്ക് പോലെ തന്നെയാണ് കേട്ടോ ചെയ്തേക്കുന്നത്. ഇത് ഒരു വാനില ഫ്ലേവറിലാണ് വന്നേക്കുന്നത് കേക്ക്. അപ്പോൾ നമ്മൾ കുറച്ച് നോൺ എഡിബിൾ പ്രിൻസ് ആണ് കേട്ടോ ഇതിലേക്ക് വെച്ചേക്കുന്നത്. പിന്നെ കുറച്ച് പിങ്ക് ആൻഡ് വൈറ്റ് ഫോക്സ് ബോൾസ് വെച്ച് നമ്മളിതൊന്ന് കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്. കുറച്ച് ഷുഗർ ബോൾസും പിന്നെ ഒരു ടോപ്പറും വെച്ചാണ് നമ്മളിത് കംപ്ലീറ്റ് ചെയ്തേക്കുന്നത്. അടുത്ത കേക്ക് വന്നേക്കുന്ന ഒരു വൈറ്റ് ഫോറസ്റ്റ് കേക്ക് തന്നെയാണ്. നമുക്ക് ഡിസൈനോ കാര്യങ്ങളോ ഒന്നും കസ്റ്റമർ തന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ സിമ്പിളായിട്ടൊരു നോസിൽ വർക്കാണ് കേട്ടോ ഇതിൽ ചെയ്ത് കൊടുക്കുന്നത്. നമ്മളിപ്പോൾ വെഡ്ഡിങ് കേക്കിൻ്റെ ഡമ്മിയാണ് കേട്ടോ ചെയ്യുന്നത്. ഡമ്മി ചെയ്യുമ്പോൾ നമ്മൾ ഡബിൾ സൈഡ് ടേപ്പാണ് താഴെ കൊടുക്കുന്നത്. നല്ല രീതിയിൽ തന്നെ ടേപ്പ് ഒട്ടിച്ച് കൊടുക്കണം. ഇല്ലെങ്കിൽ ചിലപ്പോൾ ഒളിഞ്ഞു വരാൻ ചാൻസ് ഉണ്ട്. ഡമ്മിൻ്റെ സൈസ് വരുന്നത് 8 ഇഞ്ചാണ്. ഹൈറ്റ് 5 ഇഞ്ചിലുമാണ് വരുന്നത്. അപ്പോൾ നമ്മൾ ഫുള്ളൊന്ന് കംപ്ലീറ്റ് ചെയ്ത് എടുക്കുന്നുണ്ട്. ഡമ്മിയിൽ ക്രീം ചെയ്യാൻ കുറച്ചൊന്ന് പാടാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡമ്മിക്ക് വെയിറ്റ് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ക്രീം ചെയ്യുമ്പോൾ കുറച്ച് ടഫായിരിക്കും. അപ്പോൾ കുറച്ച് ടൈം കൂടുതൽ വേണ്ടി വരും ഡമ്മിയിൽ ക്രീം ചെയ്തൊന്ന് തീർക്കാൻ വേണ്ടി. പിന്നെ ഈ കേക്ക് വന്നേക്കുന്ന ഒരു ഡബിൾ ഷെയ്ഡിലാണ്. ഒരു ലൈറ്റ് പിങ്ക് ഷെയ്ഡ് നമ്മൾ താഴെയായിട്ട് കൊടുക്കുന്നുണ്ട്. ക്രീം ഒന്ന് കളർ ചെയ്ത് പുറത്തുനിന്ന് വെച്ചപ്പോൾ എയർ ബബിൾസ് കയറിപ്പോയായിരുന്നു. അപ്പോൾ അതാണ് ക്രീം അങ്ങനെ വന്നേക്കുന്നത്. ഇനി നമ്മളടുത്ത ചെയ്യുന്ന നമ്മുടെ 1 kg കേക്ക് ഒന്ന് ഡമ്മിയിലേക്കൊന്ന് സെറ്റ് ചെയ്യുവാണ്. വെഡ്ഡിങ് കേക്കാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. താഴെ പിങ്ക് ഷെയ്ഡ് കൊടുത്തേക്കുന്ന പോലെ തന്നെ മുകളിലുള്ള കേക്കിൽ നമ്മൾ ലൈറ്റായിട്ടൊരു പിങ്ക് ഷെയ്ഡ് കൊടുത്തിട്ടാണ് ഫിനിഷ് ചെയ്ത് എടുത്തേക്കുന്നത്. പിന്നെ കുറച്ച് ഫ്ലവർ ഡെക്കറേഷൻ ആയിരുന്നു. ഫ്രഷ് ഫ്ലവറാണ് നമ്മളെല്ലാം എടുത്തേക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ 3 കേക്കുകളും നമുക്ക് ഒരേ ടൈമിന് തന്നെയാണ് കേട്ടോ ഡെലിവറി ചെയ്യാനുണ്ടായിരുന്നത്. അപ്പോൾ നമുക്കെല്ലാം കേക്കും ഒരുമിച്ച് തന്നെ നമ്മുടെ ഫിനിഷ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ 11 മണിയായപ്പോൾ തന്നെ കേക്കിൻ്റെ വർക്കൊക്കെ എല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. 11:30 കഴിഞ്ഞപ്പോൾ നമ്മൾ എല്ലാം ഡെലിവറി ചെയ്തേ. അപ്പോൾ 3 കേക്കിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത് ഇതാണ്. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.